السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. الله سبحانه وتعالى നമ്മളുടെ ഒരുമിച്ച് കൂടലും എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ചെറിയൊരു ഭീതിയിലൂടെ കടന്നുപോയിരിക്കുകയാണ്. SIR എന്ന് പറയുന്ന വോട്ട് ലിസ്റ്റിലേക്ക് പേര് ചേർക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പലരിലും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ പേടിക്കേണ്ടതല്ല എന്നൊരു വാക്കിലൂടെ നമുക്ക് പറഞ്ഞാലും മറ്റൊരു വശത്തിലൂടെ ജാഗ്രത നാം പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതുകൂടെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലാണ് SIR പൂർത്തീകരിച്ച് തിരിച്ചു നൽകേണ്ടത്. വിശദമായ വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം നാം അറിയുന്നുണ്ട്. കൂടുതൽ പേടിക്കേണ്ടതായി ഒന്നും ആ ഫോമുകളിൽ നമുക്ക് നോക്കിയാൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് പൂരിപ്പിച്ച് നൽകുക എന്നുള്ള ദൗത്യം നാം പൂർത്തീകരിക്കുക. ഫോം മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിൽ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരം BLOയോട് ചോദിക്കുമ്പോഴും കൃത്യമായി ലഭിക്കുന്നില്ല എന്നൊരു സത്യം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്നലെ നമ്മെ BLO സമീപിച്ചു, ലെറ്ററുകളൊക്കെ തന്നു. നമുക്ക് ചില ചോദ്യങ്ങൾക്കും അതിന്റെ സംശയങ്ങൾക്കും മറുപടി പറയാൻ പൂർണ്ണമായി അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് നമുക്കത് മനസ്സിലായത്. അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വളരെ കൃത്യമായും വ്യക്തമായുമുള്ള വിവരം പോലും ഇതിന്റെ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് നമ്മിലേക്ക് വരുന്നവർക്ക് വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇതിന് പിന്നിലൊരു നിഗൂഢതയായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ ഫോമിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ കൃത്യമായി വലിയൊരു നിഗൂഢതകളും കാണുന്നില്ല. ഇതിൽ ആശങ്കയുണ്ടാക്കി പിന്നീട് അത് ഡിലേ വരുത്തുക എന്നുള്ളതൊക്കെ ഇതിന്റെ പിന്നിൽ അജണ്ടയായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇതിന്റെ മുന്നിൽ മുന്നോട്ടിറങ്ങിക്കൊണ്ട്, പ്രത്യേകിച്ച് മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെല്ലാം ഈ വിഷയത്തെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് സാധാരണക്കാരന്റെ വീട്ടിലേക്ക് ഫോം എത്തുമ്പോൾ എന്തോ ഒരു പേടിയിലാണ് ഇത് കാണുന്നത്. ഒരു പേടിയും ഇല്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി അതിന് കൃത്യമായ നിലപാടിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, കഴിഞ്ഞ ലോകസഭയിലേക്ക് ഇലക്ഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ഫോട്ടോ പതിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടു തരും. ആ ഫോമിൽ അതിലുള്ളതുപോലെ, അതല്ലെങ്കിൽ നമ്മൾ ആധാറിലുള്ളതുപോലെ കൃത്യമായി തെറ്റില്ലാതെ പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കോളത്തിൽ 2002 നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ 2002 വോട്ടർ പട്ടിക നമ്മുടെ പേരുണ്ട് എങ്കിൽ ആ പേര് രണ്ടാമത്തെ കോളത്തിൽ ചേർത്ത് കൊടുക്കുക. അതോടുകൂടി ആ ഫോമിന്റെ അവസാനിച്ചു, ഒന്നും ചെയ്യേണ്ടതില്ല. ആ പട്ടികയിൽ പേരില്ലാത്ത ആളുകളാണ് മൂന്നാമത്തെ കോളത്തിലേക്ക് വരേണ്ടത്. ആ മൂന്നാമത്തെ കോളത്തിൽ നമ്മുടെ ഉമ്മയോ ഉപ്പയോ വല്ലുപ്പയോ വല്ലുമ്മയോ ആരെങ്കിലും 2002 വോട്ട് ചെയ്ത് ആ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് മൂന്നാമത്തെ കള്ളിയിൽ കൊടുക്കേണ്ടത്. ഇത്രയും കൊടുത്താൽ ഫോം പൂർത്തിയായി. ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ വരുന്ന BLOയുടെ അടുത്ത് അതിന്റെ ഡീറ്റെയിൽസുകളുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ എല്ലാവരും ഫോണിൽ ഇപ്പം അതിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. 2002 വോട്ട് ചെയ്ത ലിസ്റ്റ് കൃത്യമായി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ കൃത്യമായി അത് പൂരിപ്പിക്കാൻ ശ്രമിക്കുക. പ്രയാസമുള്ള ആളുകൾ അത് ചോദിച്ചറിയാൻ കഴിയുന്നവരടുക്കൽ പോയി അത് ചോദിച്ചറിഞ്ഞ് എഴുതി വെക്കുക. വളരെ സിമ്പിളായൊരു വിഷയം തന്നെയാണ്. എന്നാൽ വളരെ ലഘുവൽക്കരിച്ചുകൊണ്ട് തെറ്റായി അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നത്തിലേക്ക് പോകും. 2 ഫോമുകളാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടും സെയിം സാധനമാണ്. ഒന്ന് നമ്മൾ പൂരിപ്പിച്ച് പുതിയ ഫോട്ടോ പതിച്ച് അവർക്ക് കൊടുക്കാനുള്ളത്, മറ്റൊന്ന് സെയിമായി പൂരിപ്പിച്ച് BLOയുടെ സൈൻ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെക്കാനുള്ള ഒരു പ്രൂഫുമാണത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആശങ്കകൾ ഒന്നും പേടിക്കേണ്ടതില്ല. എന്നാൽ അതിനോടൊപ്പം വളരെ ലഘുവായി അതിനെ കണ്ടുകൊണ്ട് അത് തെറ്റിലേക്ക് പോയി പിന്നീട് നമ്മുടെ വോട്ട് ലിസ്റ്റിലേക്ക് പേര് വരാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല.
ഇതൊക്കെ പറഞ്ഞത് നമുക്ക് തരുന്ന ലിസ്റ്റിൽ നമ്മളെ പേരുകൾ ഉണ്ടെങ്കിലാണ്. ഇനി നമ്മളെ പേര് ഈ തരുന്ന ലിസ്റ്റിലൊന്നും ഇല്ല എങ്കിൽ ഫോം 6 എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ഫോം 6 നമ്മൾ BLOയിൽ നിന്ന് വാങ്ങിച്ച് അത് പൂരിപ്പിച്ച് അവരിലേക്ക് കൊടുത്താൽ നിലവിൽ 18 വയസ്സ് പൂർത്തിയായ ആളുകൾ, അതുപോലെ നേരത്തെ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾക്ക് അതിലേക്ക് ചേരാനുള്ള ഓപ്ഷനും നിലവിലുണ്ട്. പ്രവാസികൾക്ക് വീട്ടിലുള്ള മുതിർന്ന പൗരന്മാരൊപ്പിട്ട് ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാകും. അപ്പൊ മൊത്തത്തിൽ ചിത്രം നോക്കുമ്പോൾ വളരെ സിമ്പിൾ തന്നെയാണെങ്കിലും അതെല്ലാം ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പേടിയില്ലാതെ അതിന്റെ കൃത്യതയോടുകൂടെ പൂരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയതും നേരത്തെ ഇന്നലെ ELO വന്ന സമയത്ത് ചോദിച്ചപ്പോഴും പൂരിപ്പിക്കേണ്ടത് ചോദിച്ചപ്പോൾ ഫോം മുഴുവനും മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിൽ പൂരിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്നും, ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ നമ്മുടെ ചില പേരുകൾ മാനു എന്നുള്ള പേര് മനു എന്നും മാനു എന്നും വായിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഗതി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മലയാളത്തിൽ തന്നെ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം നിലവിലുള്ള അപ്ഡേറ്റുകളാണ്. കുറെ ഡിലേ ആക്കി അവസാനം പൂരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും ചെയ്യരുത്. ആകെ ശരിക്കിരിക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റിന്റെ ഉള്ളിൽ പൂർത്തിയാക്കാനുള്ള സാധനമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് കൃത്യതയോടുകൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ഒരാളും തന്നെ വോട്ടർ പട്ടികയിൽ പെടാതിരിക്കാൻ പാടില്ല. ഇത് ഏതെങ്കിലും പാർട്ടിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ വിഷയമല്ല. നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഒരു പൗരനാണ് എന്നും നമ്മുടെ സമ്മതിദാവകാശം അത് രാജ്യത്തിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് എന്നും നാം മനസ്സിലാക്കി നമ്മൾ ഈ രാജ്യത്തിന്റെ ഒരു സന്തതിയാണ് എന്ന് തെളിയിക്കുന്നതുകൂടെയാണ് ഈ നിലവിലെ ഫോമിന്റെ അവസ്ഥ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ അള്ളാഹുവിലേക്ക് ചേർന്നവനെ ചേർത്തു പിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിലേക്ക് ചേർന്നവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. അള്ളാഹുവിനെ അറിഞ്ഞവരിലൂടെ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചകളിൽ 1-2 മഹാന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ദുനിയാവിൽ കാണുന്ന ആഡംബരത്തിലൂടെ ജീവിക്കുമ്പോഴുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ഇസ്ലാമെന്നും, അങ്ങനെയൊന്നും പോയാൽ അള്ളാഹുവിലേക്ക് എത്താൻ പ്രയാസകരമാണ് എന്നും, അള്ളാഹുവിനെ അറിഞ്ഞവനെ കണ്ടെത്തിയാൽ അവർക്ക് കിട്ടാൻ പോകുന്ന വലിയ മഹത്വങ്ങളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചുരുക്കി പറഞ്ഞു. എന്നാൽ അവരെല്ലാം വിദേശികളായ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിന്റെ നമ്മുടെ ജില്ലയിടത്തോടെന്ന് പറയുന്ന സമീപത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു മഹാനായിരുന്നു ശുജാഇ മൗദ് മുസ്ലിയാർ. വലിയ പണ്ഡിതൻ, ധാരാളം ആലിമീങ്ങളെ വാർത്തെടുത്തു, ധാരാളം ഫിഖ്ഹുകൾ ഗ്രന്ഥങ്ങൾ രചിച്ചു. വലിയ ലോകപ്രസിദ്ധനായ പണ്ഡിതനായിരുന്ന ശുജാഇ മൗദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, ഞാനിപ്പോ വലിയ അറിവൊക്കെ ഉള്ള ആളാണ്, വലിയ പണ്ഡിതനാണ്, പക്ഷേ എനിക്ക് അല്ലാഹുവായ നിന്നിലേക്ക് എത്താൻ അല്ലാഹുമ്മ ഔസിൽനി ഇലാ യൂസിൽനി ഇലൈക, നിന്നിലേക്ക് ചേർക്കാൻ പറ്റുന്ന ഉതകുന്നതായ ഒരു വഴിയെ എനിക്ക് നീ അടുപ്പിച്ചു തരണേ അല്ലാ എന്ന് നിരന്തരമായി ദുആ ചെയ്യുകയും പിന്നീട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും, നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. എന്നിട്ട് പറഞ്ഞു, വിശാലമായ സംഭവമാണ്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ മൊയ്ദ് മുസ്ലിയാരെ, നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ നിങ്ങളൊരു പണി ചെയ്തോളൂ. നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന തസ്ബീഹമാലയുണ്ടല്ലോ, ആ തസ്ബീഹമാല നിങ്ങളോട് ആദ്യമായിട്ട് ആരാണോ ചോദിക്കുന്നത് അദ്ദേഹത്തിന് നിങ്ങൾ പിടിച്ചോളൂ, അദ്ദേഹം അള്ളാഹുവിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നാട്ടുകാരനോട് പറഞ്ഞ സംഭവമാണ്. മൊയ്ദ് മുസ്ലിയാര് പിന്നെ നേരം വെളുത്തു നോക്കിയപ്പോ ഈ തസ്ബീഹുമാല തൂക്കി പിടിച്ചു നടക്കണത് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം. കാരണം എന്താ, ഇത് അള്ളാഹിന് വേണ്ടപ്പെട്ട ആളല്ലേ. എല്ലാ സ്വാലിഹ്യങ്ങൾ ഇരിക്കുന്ന വഴിയിലൂടെ മൊയ്ദ് മുസ്ലിയാർ നടക്കുകയാണ്, പള്ളികളിൽ പോകുന്നു, ആരും തസ്ബീഹുമാല വാങ്ങുന്നില്ല. കാലങ്ങൾ കടന്നുപോയി. പിന്നീട് മൊയ്ദ് മുസ്ലിയാർ രാത്രി ആയപ്പോൾ വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോ ഈ അങ്ങാടിയിൽ നിന്ന്, അന്ന് ടോർച്ചൊന്നുമില്ല, കട്ട ടോർച്ചൊന്നുമില്ലാത്ത കാലാണ്, അന്ന് ചൂട്ട് കത്തിച്ചിട്ടാണ് ആളുകൾ സഞ്ചരിക്കുക.
ഈ ചൂട്ട് കത്തിച്ചുകൊണ്ട് നടക്കുന്ന മൊയ്തു മുസ്ലിയാര് അന്ന് പോവാൻ ചൂട്ടില്ലാത്തത് കൊണ്ട് അവിടെ ചൂട്ട് വെക്കുന്ന മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളോട് പറഞ്ഞു, മൊയ്തീൻകുട്ടി ഒരു ചൂട്ട് കൊണ്ട. അപ്പൊ ഈ മൊയ്തീൻകുട്ടി പറഞ്ഞു, എന്തോ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ചൂട്ടെടുത്ത് കൊടുത്തു. ഉസ്താദ് അരപ്പട്ടയിൽ നോക്കി. അന്ന് നോക്കുമ്പോൾ കാലണയും മെട്ടണയും ഓട്ടയണയൊക്കെ ഉള്ള കാലാണ്. ഈ അണ നോക്കുമ്പോൾ കൊടുക്കാനുള്ള കാശില്ല. മൊയ്തു മുസ്ലിയാരോ പറഞ്ഞു, മൊയ്തു ഇന്ന് എനിക്ക് തരാൻ പൈസ ഇല്ല, തൽക്കാലം കടമായിട്ട് അവിടെ വെക്കും, നാളെ തരാം. ഈ ചൂട്ട് വിൽക്കുന്ന സാധുവായ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന സാധുവായ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ എനിക്ക് പൈസ ഒന്നും വേണ്ട, നിങ്ങൾ പറ്റുമെങ്കിൽ ആ തസ്ബീഹ്മാല തന്നാളി. അപ്പോ മൊയ്തുസ്ലാർ പറഞ്ഞു, ഇത് എനിക്ക് തരാൻ പറ്റിയ മാലല്ല, ഇത് എനിക്ക് തരാൻ പറ്റിയ മാലല്ല, ഇത് എനിക്ക് തരൂല. വീണ്ടും ചോദിച്ചു, 3 പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചപ്പോഴും മൊയ്തുസ്ലാർ പറഞ്ഞു, ഇത് എനിക്ക് തരാൻ പറ്റില്ല, ഇത് എന്നെ വേറെ ആളുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ മഹാനായ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരായ ചൂട്ടുകച്ചവടം നടത്തുന്ന ആ മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് മൊയ്തു മുസ്ലിയാരുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാനോട് നീ എന്താണടാ ചോദിച്ചത്? മുത്തുനബി എന്താണോ നിന്നോട് ഉറക്കത്തിൽ വന്ന് പറഞ്ഞത്? ഉടനെ ഈ മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന ചൂട്ടുകച്ചവടക്കാരന്റെ കാൽക്കൽ വീണുകൊണ്ട് മൊയ്തു മുസ്ലിയാർ അവിടുന്ന് മാപ്പ് ചോദിക്കുകയാണ്. മൊയ്തീൻകുട്ടി പറഞ്ഞു, മൊയ്തീൻകുട്ടി എന്ന് പറയുന്ന മഹാൻ പറയാണ്, നിങ്ങൾ നാളെ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ചെണ്ട വാങ്ങിയിട്ട് ഈ അങ്ങാടി കൂടെ മുട്ടി നടക്കണോ? ഏറ്റവും വലിയ വണ്ടി തന്നെ. എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഈ മനുഷ്യൻ അങ്ങാടിയിലെ ചെണ്ട പൊട്ടി നടക്കണം. നാളെ ഞാനിവിടെ ചെണ്ട പൊട്ടി നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നങ്ങൾ എല്ലാവരും കൊണ്ട് ഉളംപറ കൊണ്ടാക്കും അല്ലേ? ഈ മൊയ്തു മുസ്ലിയാരോട് പറഞ്ഞു, നിങ്ങൾ നാളെ ചെണ്ട വാങ്ങിയിട്ട് അങ്ങാടി കൂടെ മുട്ടി നടക്കണം. കുറച്ച് കിബർ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് കിബർ കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കിബർ പോവണമെങ്കിൽ ഈ ചെണ്ട വാങ്ങിയിട്ട് മുട്ടി നടക്കണം എന്ന് പറഞ്ഞു മൊയ്തു മുസ്ലിയാർ മുട്ടി നടന്നു. അവിടുന്ന് അള്ളാഹുവിന്റെ പദവിയിലേക്ക് മൊയ്തു മുസ്ലിയാർ ഉയർന്നു. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനുശേഷമാണ് മഹാനായ മൊയ്തു മുസ്ലിയാർ സഫലമാല പോലെയുള്ള അതിഗംഭീരമായ വിഷയങ്ങൾ എഴുതാൻ തുടങ്ങിയത്. സഫലമാലയിലെ വരികളൊക്കെ കേട്ട് കഴിഞ്ഞ് ഞെട്ടിപ്പോകും നമ്മൾ. വളരെ രസകരമാണ്, എന്നാൽ ചിന്തിപ്പിക്കുന്നതുമാണ്. ഏതൊരു മനുഷ്യന്റെയും കിബറിനെ ഒടിച്ചു കളയുന്നതാണ്. അതിലെ വരികളാണ്, വട്ട നിൻ മുന്തുള്ളി പിഞ്ചോരത്തട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്ത ചതമല്ല പൊട്ട, പറനിന്നോടൽക്ക് ബഹുമാനം പൊട്ട. മൊയ്തു മുസ്ലിയാർ ചോദിക്കുകയാണ്, പൊട്ടാൻ നിൻ മുന്തുള്ളി പിഞ്ചോരക്കൊട്ട, നിൻ മുൻതുള്ളി നീ ആദ്യം ഒരു തുള്ളിയായിരുന്നു, പിൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നീടത് ഭ്രൂണമായി രക്തക്കട്ടയായി മാറി, പിന്നീന് കാഷ്ടം ചുമന്നോരു കൊട്ട. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണ്? അതേ ഒരു കൊട്ട കാഷ്ടം ചുമന്ന കൊട്ടയാണു നീ. നിന്റെ ശരീരത്തിൽ അതാ വേസ്റ്റുകൾ നിറഞ്ഞിട്ട് ആ വേഷ്ടം ചുമന്ന് നടക്കുന്നൊരു കൊട്ടയാണു നീ. ആ കൊട്ടയിലുള്ള വേസ്റ്റാണടോ നിന്നെ എണീറ്റ് നിൽക്കാൻ പ്രാപ്തനാക്കി മാറ്റുന്നത്. ഒരു ദിവസത്തിൽ 4 തവണ നീ ഒന്ന് ലൂസ് മോഷനായിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയാൽ, 4 തവണ നീ കക്കൂസിലേക്ക് പോയാൽ, നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടി നിൽക്കുന്ന ഈ കാഷ്ടം മുഴുവനും പുറത്തു പോയാൽ നിനക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, നിന്നെ തമ്പ് നടിച്ചു നടന്നതൊന്നും നിനക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ശരീരത്തിലുള്ള കാഷ്ടം പുറത്തു പോയാൽ നിനക്കൊരു കഴിവുമില്ലടോ. അതുകൊണ്ട് നീ ഇപ്പോഴെന്താണ് അവസ്ഥ? ഒരു കാഷ്ടം ചുമന്ന കൊട്ടയാണോ നീ. പെട്ടാലോ ചത്താ ചതമല്ല പെട്ട, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ വെറും ശവമാണ്. മയ്യത്തെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിച്ചാലോ ആ മയ്യത്തിന്റെ അർത്ഥം മലയാള ഡിക്ഷണറിയിലെടുത്ത് നോക്കിയാൽ ശവമെന്നല്ലേ. നീ ഈ ലോകത്ത് നിന്നങ്ങ് വിട പറഞ്ഞാൽ വെറും ശവമാണ് പൊട്ട. പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ട.
ഓ വിട്ടിയായ മനുഷ്യ, നിന്റെ ശരീരത്തിന് എന്ത് പവറാണടോ ഉള്ളത്, നിന്റെ ശരീരത്തിന് എന്ത് ബഹുമാനമാണോ ഉള്ളത്. ആകെ 2 വരിയിൽ മഹാനായ മൊയ്ത് മുസ്ലിയാർ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ വസാഗരമാണ്. അതാണ് സഫലമാല എന്ന് പറയുന്നത്. അത്രമേൽ ഉന്നതമായ പദവിയിലേക്ക് ഉയർന്നു പൊങ്ങിയ മഹാനായ മൊയ്ത് മൗലവിയെ അദ്ദേഹം പഠിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞവനെ പിടിച്ചപ്പോ അവർ അള്ളാഹുവിലേക്ക് എത്താൻ കഴിഞ്ഞു, അള്ളാഹുവിനെ അറിയാൻ കഴിഞ്ഞു. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹനെ അറിയാനോ അള്ളാഹനെ മനസ്സിലാക്കാനോ അള്ളാഹുവെ അവിടുത്തെ അളവത്തനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനോ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ.